ഹലോ ഫ്രണ്ട്സ്, എക്സ്പെർട്ട് ഡ്രൈവിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്തിരിക്കുക. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഈ 10 മിനിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെറുതെയാകില്ല. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അപകടം അത് നടന്നതിന് ശേഷം പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അപകടം വരുന്നതിന് മുമ്പ് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ പറയാം, ഒരു ഡ്രൈവർക്ക് വേണ്ടുന്ന 3 ക്വാളിഫിക്കേഷനാണ് ഞാൻ ആദ്യം പറയുന്നത്. 1 എന്ന് പറയുന്നത് ഒബ്സർവ്, 2 എന്ന് പറയുന്നത് അഡ്വാൻസ് തിങ്കിങ്, 3 എക്സ്പീരിയൻസ്. ഇത് 3 ഉണ്ടെങ്കിൽ ഒരു ആൾ നല്ലൊരു ഡ്രൈവറായി. 1 എക്സ്പീരിയൻസ്, അഡ്വാൻസ് തിങ്കിങ്, അതുപോലെ ഒബ്സർവ്. അതിൽ ഒന്നാമത്തേത് ഒബ്സർവ്. ഒബ്സർവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നിരീക്ഷകനാണ് ഏറ്റവും നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മുന്നിൽ എന്തൊക്കെ കാണുന്നു അതെല്ലാം നമ്മുടെ മൈൻഡിലെത്തണം. ഒരു വണ്ടി പോകുന്നതായാലും അതുപോലെ ഒരു സൈഡിൽ നിന്ന് ഒരു വണ്ടി കയറുന്നതായാലും നമുക്ക് എന്തൊക്കെ കാണുന്നു, സിഗ്നലുകൾ, ബോർഡുകൾ, അതുപോലെ എന്തൊക്കെ ഉണ്ടോ അത് നമ്മുടെ നിമിഷ നേരം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ മൈൻഡിൽ കയറുകയും വേണം. ഒന്നാമത് വേണ്ട ഡ്രൈവിങ്ങിന് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് ഒബ്സർവ്, നിരീക്ഷകനായിരിക്കണം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അഡ്വാൻസ് തിങ്കിങ്. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ, നമ്മളപ്പോൾ ഒരു വണ്ടി നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വണ്ടി ഇടതുനിന്ന് കയറാൻ നിൽക്കുന്നു, അതിനെ മുൻകൂട്ടി നമ്മൾ കണ്ടിരിക്കണം. അവൻ ചിലപ്പോൾ നമ്മൾ കയറുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ അഡ്വാൻസ് ആയിട്ട് തിങ്ക് ചെയ്തിരിക്കണം. അത് മൈൻഡിൽ തന്നെ വേണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആയിരിക്കണം. നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഓരോന്നും കാണുകയും വേണം. നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതിനെ എങ്ങനെ അഡ്വാൻസ് ആയിട്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി നമ്മളത് കൈകാര്യം ചെയ്യണം. അതാണ് എക്സ്പീരിയൻസ് വേണ്ടത്. അതിൻ്റെ എക്സ്പീരിയൻസാണ് വേണ്ടത്. ഒരു ഡ്രൈവിങ്ങിൽ വേണ്ട മെയിനായിട്ടുള്ള 3 പാർട്ടുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒരു അപകടം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു അശ്രദ്ധ ഒളിഞ്ഞൊഴിപ്പുണ്ടായിരിക്കും. ഒന്നുകിൽ നമ്മുടെ കയ്യിൽ നിന്നാണ് അപകടം പറ്റിയെങ്കിൽ ഒന്നുകിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓപ്പോണൻറ്റിൻ്റെ അശ്രദ്ധ കൊണ്ടായിരിക്കും. ഏതായാലും ഒരു അപകടത്തിന് പിന്നിൽ ഒരു അശ്രദ്ധ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അതിപ്പോൾ ചിലപ്പോൾ ഓവർ സ്പീഡ് കൊണ്ടായാലും ശരി തന്നെ, അതുപോലെ നിയന്ത്രണം വിട്ടതായാലും ശരി തന്നെ. ഏത് അപകടം എന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു അശ്രദ്ധ തന്നെയായിരിക്കും. ഓവർ സ്പീഡിൽ അശ്രദ്ധ വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ വണ്ടി ഓട്ടിച്ചു, അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. നിയന്ത്രണം വിട്ടൊരു അപകടം വന്നു കഴിഞ്ഞാലും അതിൻ്റെ പിന്നിലും അശ്രദ്ധ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ വണ്ടി ഓടിച്ചു, അത് അശ്രദ്ധയാണ്, നമ്മുടെ അശ്രദ്ധയാണ്. പിന്നെ അതുപോലെ ഒരു വണ്ടിയുടെ പിറകിലിടിച്ചു, തീർച്ചയായിട്ടും അതിൽ ഫുള്ള് തെറ്റുകാരൻ നമ്മളാണ്. ഒരു വണ്ടി ഓടുന്ന വണ്ടിയുടെ പിറകിൽ നമ്മുടെ വണ്ടി കൊണ്ടുപോയി ഇടിച്ചു എങ്കിൽ അതിൻ്റെ തെറ്റുകാരൻ നമ്മൾ തന്നെയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോയും ഇത് തന്നെയാണ്. ഒരു വണ്ടിയുടെ പിറകിൽ നമ്മുടെ കയ്യിൽ നിന്ന് അശ്രദ്ധ മൂലം സംഭവിക്കുന്ന ഒരു തെറ്റാണ്. അത് നമുക്ക് എങ്ങനെ ഇല്ലാണ്ടാക്കാം, ഒരു വണ്ടി എങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറാം, അതുപോലെ ഒരു വണ്ടി നമുക്ക് പെട്ടെന്ന് ഫ്രണ്ടിലൊരു വണ്ടി ബ്രേക്ക് ചവിട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് നമ്മുടെ വണ്ടിയെ നിർത്താൻ പറ്റും, എന്തൊക്കെ ചെയ്ത് നിർത്താൻ പറ്റും, അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇപ്പം നമ്മൾ കാണുന്നുണ്ടായിരിക്കും ഒരു വണ്ടിക്ക് ഡിസ്റ്റൻസ്. നമ്മൾ ഓവർടേക്കിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഒരു വണ്ടിയെ നമ്മൾ എങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് പോകണം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു വണ്ടിക്ക് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ മുമ്പേ പോണ വണ്ടി എത്ര നീളമാണോ അത്രത്തോളം നീളം നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് തന്നെ പോകണം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ഡിസ്റ്റൻസ്. പിന്നെ രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്കതിൻ്റെ മുന്നിൽ എന്ത് നടക്കുന്നു എന്നുള്ള നമുക്കൊരു വ്യൂ നമ്മുടെ ഇതിൽ കൂടെ കിട്ടും. ആ വണ്ടിക്ക് ഇപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ടാകും. ആ വണ്ടിക്ക് മുന്നിൽ ഒരു ബസ് നിന്ന് കയറുന്നു, ആ വണ്ടിക്ക് മുന്നിൽ ഒരു ബൈക്ക് പോകുന്നതായാലും ഇതെല്ലാം നമുക്ക് മുന്നിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ വണ്ടിയുടെ ബ്രേക്ക് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് നടക്കുന്നു എന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അവൻ വണ്ടി ചവിട്ടുന്നു, അതിൻ്റെ മുമ്പിലൊരു ബൈക്ക് പോകുന്നു, അപ്പോൾ നമ്മൾ മനസ്സിൽ തിങ്ക് ചെയ്യണം, ആ വണ്ടി പോകുന്നത് കാരണം ഇവൻ ചവിട്ടാനൊരു ചാൻസ് ഉണ്ട്. അതുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതും കരുതിയിരിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വാൻസ്ഡ് ഒരു നിരീക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ കാണുന്നത് ശ്രദ്ധിക്കുക. രണ്ടാമത് അഡ്വാൻസ്ഡ്, അവൻ ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി പോകും, ആ ബൈക്കുകാരൻ ചവിട്ടാൻ ചാൻസ് ഉണ്ട്, അതിനെ നമ്മൾ വീണ്ടും. ഇനി ഓവർടേക്കിങ്,
അപ്പം നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കാണുന്നുണ്ടായിരിക്കും ഒരു വണ്ടി പോകുന്നത്, ഒരു ബസ്സാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് വ്യൂവിലൂടെ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ വണ്ടിക്ക് അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ, ചേർന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ ഒരു വണ്ടിക്ക് ഒരു വണ്ടി വീതി നീളെ വിട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് ബാക്കിൽ നിന്ന് പോകുന്ന വണ്ടിക്ക് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ആ കാണത്തക്ക രീതിയിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ അവൻ ചവിട്ടി, നമ്മൾ അതിന് മുമ്പ് ബ്രേക്ക് കൊടുത്ത് സെക്കൻഡ് ഗിയർ മാറിയാണ് ഞാൻ ചവിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചവിട്ടാനായിട്ട് ഗിയർ ഡൗൺ ചെയ്യണം. നമുക്കൊരു ഇത് വരുമ്പോൾ നമുക്ക് എപ്പോഴും ബ്രേക്കിനേക്കാളും ഗിയർ, നമ്മൾ പോകുന്ന ഗിയറിനേക്കാളും ഗിയർ ചെറിയ ഗിയറിലോട്ട് എന്ന് പറഞ്ഞാൽ ലോഡ് ഗിയറിലോട്ട് റിട്ടേൺ ചെയ്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുക ഏറ്റവും വണ്ടി നിൽക്കാനായിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വണ്ടി സ്ലിപ്പായി പോവാതിരിക്കാനും, വണ്ടി നേരെ ഒരു ഗിയറുമായിട്ട് എഞ്ചിനുമായിട്ട് ഒരു പിടുത്തമുണ്ടാവും. വണ്ടി അപ്പോഴും ചവിട്ടാനായിട്ട് നമുക്ക് ബ്രേക്ക് ചവിട്ടപ്പോൾ അതിൽ കുറച്ചുകൂടെ നമുക്ക് ഉപകാരപ്പെടും. ഇപ്പം നമുക്ക് കാണുന്നുണ്ടാവും വണ്ടി ഫ്രണ്ടിൽ നമുക്ക് ഈ വ്യൂവിൽ നമുക്കിപ്പം റൈറ്റ് സൈഡ് കാണാം. വണ്ടി ഇങ്ങോട്ട് മാറിയോടുകൂടി ലെഫ്റ്റ് സൈഡ് എന്ത് നടക്കുന്നു എന്ന് കാണാം. അവിടെ വണ്ടികൾ കിടക്കുന്നതായാലും ഇതൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യണം. നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ട് പോകപ്പെടും. നമുക്ക് അതിൻ്റെ വ്യൂ കാണാം. നമുക്ക് ആ വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് കയറാം. ഫ്രണ്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കയറാം. എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപിൽ കാണണമെങ്കിൽ ഒരു വണ്ടിക്ക് ഒരു വണ്ടി ഡിസ്റ്റൻസ് ഇട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മുന്നിൽ എന്ത് നടക്കുന്നു എന്ന് കണ്ട് നമുക്ക് ധൈര്യമായിട്ട് കയറാം. ഇപ്പം നിങ്ങൾ നോക്കിക്കോളെ, എനിക്ക് ഫ്രണ്ടിൽ അങ്ങനൊരു വണ്ടി വരുന്നതേ ഉള്ളൂ. എനിക്ക് ധൈര്യമായിട്ട് കയറാൻ പറ്റും. ആ വ്യൂ നമുക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലൊരു വണ്ടി കൊണ്ട് കയറിയ അതുമല്ല നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നൊരു വണ്ടി സഡൻ ബ്രേക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ അടുത്തെത്തി എങ്ങനെ പെട്ടെന്ന് ചവിട്ടാൻ പറ്റും. നമ്മളത് കണ്ട പാടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും ലോഡ് ഗിയറിലോട്ട് നമുക്ക് പറ്റുന്ന ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 5ാമത്തെ ഗിയറിൽ പോകണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സെക്കൻഡ് ഗിയർ വലിച്ചിടാൻ പറ്റും. പെട്ടെന്നിടാം. മാനുവൽ ഗിയറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. സെക്കൻഡ് ഗിയർ വലിച്ചിടാൻ പറ്റും. ആ ഗിയർ വലിച്ചിട്ട ഉടനെ നമ്മൾ ബ്രേക്ക് ഫസ്റ്റ് ക്ലച്ച് ഗിയർ വലിച്ചിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത ഉടനെ ബ്രേക്ക് ചവിട്ടുക. ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം വീണ്ടും അടുത്ത ക്ലച്ച് ചവിട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് റിലീസ് ചെയ്ത് ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം മാത്രമേ ക്ലച്ച് ചവിട്ടാവൂ. അതാകുമ്പോൾ വണ്ടിക്കൊരു പിടുത്തവും കിട്ടും, വണ്ടി നിൽക്കുകയും ചെയ്യും. അതുമല്ല വണ്ടി നിന്നില്ല, വീണ്ടും അങ്ങനെ ചവിട്ടുന്ന സമയത്ത് വീണ്ടും സ്കിഡ് ആവുകയാണ്. വണ്ടി അങ്ങനെ സ്കിഡ് ആവുകയാണെങ്കിൽ, അടുത്ത സ്കിഡ് ആവുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ചെയ്യാൻ പറ്റിയ ഒന്നാണ് പെട്ടെന്നുള്ള സ്റ്റിയറിംഗ് തിരിപ്പ്. വണ്ടി ബ്രേക്ക് പൂർണ്ണമായിട്ട് ചവിട്ടിക്കൊണ്ട് ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക, വണ്ടിയുടെ ടയർ കറങ്ങുന്നില്ല എന്നുള്ളത്. അത്രയും ചവിട്ടി അങ്ങ് താത്തതിനോടൊപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി നിരങ്ങിപ്പോയി ഇടിക്കാനുള്ള സാധ്യത കുറവാണ്. അതായത് നമ്മൾ സ്റ്റഡിയായിട്ട് ടയർ നിൽക്കുക, ഇപ്പോൾ 2 ടയറാണ്, ഇത് സ്റ്റഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ നിരങ്ങിപ്പോയി വണ്ടി ഇടിക്കാനുള്ള സാധ്യത കൂടുതൽ. അതേ മറിച്ച് കുറച്ച് ടയർ ഇങ്ങനെ ചരിഞ്ഞു എങ്കിൽ ആ നിരക്കും ആ സ്കിഡാവുന്നതിൻ്റെ ഒരു വ്യാപ്തി കുറയും. അതായത് അഥവാ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ തട്ടാതിരിക്കണം, അതിനു വേണ്ടിയാണ് പറയുന്നത്. തട്ടാതിരിക്കാൻ വേണ്ടി മാക്സിമം നമുക്ക് ഒരു പരിധിയല്ല, മാക്സിമം നമ്മളെ കൊണ്ട് ഒന്നും പറ്റാണ്ട് പിടിച്ചു നിർത്താൻ പറ്റും. അതിനാണ് ഈ പറയുന്നത്. ഇതിനെല്ലാം ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തന്നെയാണ്. നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ അഡ്വാൻസായിട്ട് തിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം നമുക്ക് നിസ്സാരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു വണ്ടി ഓട്ടിക്കാനായിട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, ഒരു മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അതുപോലെ എന്നെ സപ്പോർട്ടും ചെയ്യുക. ഇനി അടുത്ത വീഡിയോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വരെ വണക്കം.